സ്പോട്ട് ലൈവ് തുടരുന്നു. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പ്രതി പിടിയിലായത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതോടെയാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിക്ക് പിന്നാലെയായിരുന്നു പോലീസ്. വലിയ രീതിയിലുള്ള വെല്ലുവിളികളുണ്ടായിരുന്നു. ഫോൺ ഉപയോഗിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് രൂപമാറ്റം വരുത്തും. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത്? തീർച്ചയായും ടോമെ, 10 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നിർണായകമായത് ഇയാൾ വീട്ടിലേക്ക് വിളിച്ച ഒരു ഫോൺ കോൾ ആണ്. ഇയാളുടെ ഭാര്യയെ ഇയാൾ ഫോണിൽ ബന്ധപ്പെട്ടു. മറ്റൊരാളുടെ ഫോണെടുത്താണ് ഇയാൾ ഇത്തരത്തിൽ വിളിച്ചിരുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി ഈ ലൊക്കേഷൻ മനസ്സിലാക്കുകയും അവിടെ എത്തി ഇയാളെ രഹസ്യ നീക്കത്തിനൊടുവിൽ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ സംഘം കാസർഗോഡ് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇയാളുടെ തെളിവെടുപ്പ് നടത്താനുണ്ട്. ഒപ്പം വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നാളെ ആയിരിക്കും ഇത് സംബന്ധിച്ച അറസ്റ്റ് രേഖപ്പെടുത്തുക. എന്തായാലും കുടക് സ്വദേശിയായ ഇയാൾ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരം. കാരണം ഈ സംഭവം നടന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പോലീസ് സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ തന്നെ ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരു പ്രതിയെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ വിചിത്ര സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഇത്തരത്തിൽ രൂപം മാറിയൊക്കെ നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ വലിയ വെല്ലുവിളിയാണ് പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഇയാൾ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്തതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വഴിത്തിരിവായതും ഇയാളെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതും. എന്തായാലും മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് നിലവിലുണ്ട്. 14 വയസ്സുള്ള പെൺകുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച എന്ന കേസിലാണ്. ഇതിൽ 3 മാസം ഇയാൾ ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കർണാടകയിലെ കുടക്, സുള്ള്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ മാല തട്ടിപ്പറിക്കുന്ന കേസുണ്ട്. ഇത്തരത്തിൽ നിരവധി കേസ് ഇയാൾക്കെതിരെയുണ്ട്. കൂടുതൽ കേസ് ഏതെങ്കിലും ഇയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ ഇയാളെ ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് മനസ്സിലാക്കും. എന്തായാലും DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വൈകിട്ടോടുകൂടി കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഏതായാലും ഇന്ന് രാത്രി ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം നാളെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഭവം നടന്ന് 10 ദിവസമായിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു 10 വയസ്സുകാരിയെ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയി 1.5 മണിക്കൂറോളം തടങ്കലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച ഒരു കേസ്, വലിയ തോതിൽ ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷ്യത്തിന്റെ നടുക്കിയ ഒരു കേസ്. ഈ കേസിലെ പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ഈ കുറച്ചു നാൾ ഇയാൾ വിദേശത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇയാൾ ഹോട്ടൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം, ഇയാൾ ഹൈദരാബാദിൽ എവിടെയോ ഒരു ഹോട്ടലിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു തൊഴിലാളിയുടെ ഫോൺ ഉപയോഗിച്ചാണ് ഇയാൾ ഈ ഭാര്യയെ ഫോൺ വിളിച്ചതെന്നാണ്. അത്തരത്തിൽ ഇത് മനസ്സിലാക്കിയും പോലീസ് കൃത്യമായി ഈ സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയും ഇയാളെ കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇത് സംബന്ധിച്ച് മറ്റ് കൂടുതൽ വിവരങ്ങൾ പോലീസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ മറ്റു കാര്യങ്ങളും പോലീസ് തീർച്ചയായും ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണം. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ 2 പോക്സോ കേസിലെ പ്രതിയാണ്. പക്ഷെ നമ്മുടെ നിയമ വ്യവസ്ഥയുടെ ഒരു പോരായ്മ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ക്രൂരമായി പെൺകുട്ടികളോട് പെരുമാറുന്ന ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. വീണ്ടും ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത്. എന്തായാലും ന്യൂസ് 18 പുറത്തുവിട്ട ആ CCTV ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്. പക്ഷേ അതിനപ്പുറം, ആ ദൃശ്യങ്ങൾക്കപ്പുറം എന്തൊക്കെ തെളിവുകളായിരുന്നു? ഇയാൾ തന്നെയാണ്, ഈ കുടക് സ്വദേശിയായ ഈ വ്യക്തി തന്നെയാണ് പ്രതി എന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് മറ്റേതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്? ടോമെ, പ്രധാനമായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യം തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. കാരണം ഇയാളുടെ ഭാര്യ തന്നെയാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. കാരണം ആ ഒരു CCTV ദൃശ്യം നമുക്ക് കാണാം. ഇതിൽ ഒരു തരത്തിലും മുഖം വ്യക്തമല്ല. ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാളെ കസ്റ്റഡിയിൽ ബുധനാഴ്ച ഈ സംഭവം നടന്ന അപ്പോൾ തന്നെ ഒരാൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ ഒരു പ്രതിയാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞാണ്, വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യം പുറത്തുവിടുന്നത്. അത്ര വരെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നീടാണ് ഇയാളിലേക്ക് എത്തുന്നത് പോലീസ്. ഇങ്ങനെ ഒരാൾ, കാരണം ഇയാൾ
കുടകിലാണ്. ഇയാൾ ആ നാട്ടുകാരനല്ല, കുടകിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് പോലീസ് ലിസ്റ്റിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല. ഇയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ക്രൈം നടത്തിയാൽ പിന്നീട് ഒരു 6-7 മാസത്തോളം ഇയാൾ പിന്നെ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യങ്ങളൊന്നും ഏർപ്പെടാതെ ഈ സമൂഹത്തിൽ മാന്യമായി ഇടപെടുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെയാണ് ഈ കേസിൽ പോലീസിനെ ഇയാൾക്ക് എത്താൻ വൈകിയതും. എന്തായാലും അതായത് ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ഇയാളുടെ നടത്തം കൃത്യമായി ആ CCTV ദൃശ്യത്തിൽ നടത്തം കാണാം. ആ നടത്തമാണ് ഇതിൽ കൃത്യമായി തിരിച്ചറിഞ്ഞത്. സ്വന്തം ഭാര്യയാണ് തിരിച്ചറിഞ്ഞത്. കാരണം ഇയാൾ വീട്ടിലെത്തി ഭാര്യയെയും കുട്ടികളെയും ഉപദ്രവിക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭാര്യ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയാണ് കൃത്യമായി ഈ വിവരം പോലീസിൽ വിളിച്ചറിയിക്കുന്നതും പിന്നീട് പോലീസ് എത്തി കൃത്യമായി വിശദമായി അന്വേഷിക്കുമ്പോഴാണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പിടികൂട്ടുന്നതും. കാരണം ഇത്തരത്തിൽ ഇതേ സമാനമായ കുറ്റകൃത്യം ഇയാൾ ചെയ്തിരിക്കുന്നു. അത് തന്നെയാണ് പോലീസിന് ഇയാളാണ് പ്രതി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. പിന്നീട് ഇയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കർണാടകത്തിലും നിരവധി കേസുകൾ ഇത്തരത്തിൽ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതും പിന്നീട് ഇയാളാണ് പ്രതി എന്ന് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇതുവരെ ഈ കേസിൽ ഇനി പ്രതി ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ട്. അതിനുശേഷം മാത്രമേ ഇയാളുടെ ഫോട്ടോ ഒപ്പം പേര് വിവരങ്ങളൊക്കെ നമുക്ക് നൽകാനാവൂ. ഏതായാലും ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നിയമ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ പാടില്ല. കാരണം അറിയേണ്ടത് ബൈജു, എങ്ങനെയാണ് ഇയാള് ഈ കാസർഗോഡ് എത്തിയത്? കുടക് സ്വദേശിയാണ്, അതിർത്തി സംസ്ഥാനമാണ്. പക്ഷെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് എത്തിയതെന്ന കാര്യം അറിയണം. അത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണമാണോ എന്നറിയണം. എന്തായാലും പ്രതിയെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു. ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോമെ, ഇയാളെ ഇവിടെ എത്തിച്ച് മാത്രമേ ചോദ്യം ചെയ്യൽ ഉണ്ടാകൂ എന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. കാരണം DIGയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മാത്രം, കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാളാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ നാട്ടിലെത്തിച്ച് നമ്മുടെ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ എത്തിക്കുക. അവിടെ എത്തിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കൂ. ടോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ കുടുംബം തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. കാരണം ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്ത ഒരു പ്രതി ഇങ്ങനെ ഒരു ആൾ നാട്ടിലുണ്ടാകുമ്പോൾ അത് പോലീസിന് ചൂണ്ടിക്കാട്ടുന്നത് തന്റെ കടമയാണെന്ന് ഭാര്യ തിരിച്ചറിയുന്നു. ഭാര്യ അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തോമസ് നേരത്തെ ചോദിച്ചതുപോലെ ഇയാൾ കുടക് സ്വദേശിയാണ്. ഇയാൾ വിവാഹം കഴിച്ചത് ഈ പെൺകുട്ടിയുടെ വീട്ടിന് 500 മീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ത്രീയാണ്. അതിനുശേഷം അയാൾ ഈ വീട്ടിലാണ് താമസം. ഇയാൾ കാര്യമായ ജോലിക്കൊന്നും പോകാറില്ല. പ്രധാനമായും രാത്രി കാലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുക, ഇത്തരത്തിൽ പിടിച്ചുപറി, സ്വർണം കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുക. നേരത്തെ പറഞ്ഞ പോലെ സീസണലി ഒരു ക്രിമിനൽ ആണ് ഇയാൾ. അതിനുശേഷം ആ പ്രദേശത്തുള്ള ആൾക്കാരുമായി സൗഹൃദം നടിച്ച് മാന്യനായി നിൽക്കുക, അതാണ് ഇയാളുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇയാളെ തുടക്കത്തിൽ ഇയാളെ സംശയിക്കാതിരുന്നതും പോലീസ് പിന്നീടാണ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തത വരുന്നതും പോലീസ് ഇയാളിലേക്ക് എത്തുന്നതും. ഏതായാലും ഈ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇനി ഈ പെൺകുട്ടിയെ മാത്രം ലക്ഷ്യമിട്ടാണോ ഇയാൾ കുറെ ദിവസങ്ങളായി ഇത് നിരീക്ഷിച്ചു വെച്ച് ചെയ്തൊരു കൃത്യമാണോ, ഇതൊക്കെ അറിയാനുണ്ട്. കാരണം ഈ ദിവസവും ഈ മുത്തച്ഛൻ പുലർച്ചെ 2:30 പശുവിനെ കറക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമാക്കി മനസ്സിലാക്കി കയറിയതാണോ, അല്ല മറ്റു വീടുകളിലേക്കും ഇയാൾ ഇത്തരത്തിൽ ലക്ഷ്യമിട്ടിരുന്നോ, ഇതൊക്കെ ഏതായാലും അറിയാനുണ്ട്. ഇനി ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇയാൾ ഇപ്പോൾ പുറത്തു വരാത്ത കുറ്റകൃത്യങ്ങൾ, തെളിയിക്കപ്പെടാത്ത ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് ചോദ്യം ചെയ്യൽ എന്തായാലും പുറത്തു വരും. അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നത് അറിയാൻ തന്നെയാണ്. ഏതായാലും നാളെ ഇത് സംബന്ധിച്ച് വിശദമായ വാർത്താ സമ്മേളനം ജില്ലാ പോലീസ് മേധാവി ഒപ്പം DIG ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമാക്കുമെന്നാണ് നമ്മോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ പ്രതിയെ കാഞ്ഞങ്ങാട് എത്തിക്കും. കാഞ്ഞങ്ങാട് എത്തിയതിനു ശേഷം ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അതിനുശേഷം രാവിലെ മെഡിക്കൽ വൈദ്യപരിശോധന നടത്താനുണ്ട്. ഈ കുട്ടിയെ എടുത്ത് തെളിവെടുപ്പ് നടത്താനുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയോടുകൂടി ഇതിന്റെ അറസ്റ്റ് ഉൾപ്പെടെ നടപടി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ സംഘം കാസർഗോഡ് എത്തും. KB ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പടന്നക്കാടാണ് 10 ദിവസം മുൻപ് 10 വയസ്സുകാരിയെ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ 10 ദിവസത്തോളമായി പോലീസ് പ്രതിക്ക് പിന്നാലെയായിരുന്നു. ബൈജു സൂചിപ്പിച്ചതുപോലെ ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തിയാണ്.
അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു. ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുടക് സ്വദേശിയായ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്.